പ്യാരെ ബച്ചോ നമസ്കാർ. എല്ലാവരും ഓണപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? എങ്കിൽ ഇന്ന് നമുക്ക് 10th ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ലെസണിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിനോദ് കുമാർ ശുക്ല എഴുതിയ ഈ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന എഴുതിയ കുറിപ്പാണ് ഈ പാഠഭാഗത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ടിപ്പണി. അതായത് ഒരു കുറിപ്പ് എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെയാണ് ഒരു ടിപ്പണി തയ്യാറാക്കേണ്ടത്? അതിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് കവി ഔർ കവിതാക്ക പരിചയ് ദേന. ആദ്യം കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്തണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കവിതാക്ക ആശയ ലിഖന, കവിതയുടെ ആശയം എന്താണെന്ന് എഴുതണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആജ് കി പ്രാസംഗികത, ഇന്നത്തെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രാസംഗികതയെക്കുറിച്ചിട്ടാണ് ആ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പ്രതിപാദിക്കേണ്ടത്. ഇനി എന്താണ് ടിപ്പണി, എങ്ങനെയാണ് ടിപ്പണി എഴുതേണ്ടതെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. അസഹായ് മനുഷ്യ की सहायता करना ज़रूरी है. हताशा से एक व्यक्ति बैठ गया था, कविता के आधार पर टिप्पणी लिखे. अതാണ് क्वेश्चन. हिंदी के प्रसिद्ध कवि विनोद कुमार शुक्ल की एक कविता है हताशा से एक व्यक्ति बैठ गया था. അല്ലെ, ഹിന്ദിയിലെ പ്രസിദ്ധനായിട്ടുള്ള കവി വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയാണ് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. മനുഷ്യ ഏക് സാമാജിക് പ്രാണി ഹെ. നമുക്കറിയാം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്നെ സുഖ ദുഃഖ് കി സമാൻ ഉസേ ദൂസരോ കാ സുഖ ദുഃഖ് ബി ജാനനാ ചാഹിയെ. അല്ലെ, തൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളെയും പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും എന്ന് അറിയുന്നതാണ് ഒരു മനുഷ്യൻ. അതാണ് ഒരു മനുഷ്യൻ അറിയേണ്ടത്. अक्सर किसी व्यक्ति को जानने का अर्थ है उसका नाम, पता, उम्र, ओहदे या जाति से जानना. അല്ലേ, നമുക്കറിയാം മിക്കവാറും നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ കിസി വ്യക്തിക്കോ ജാനേ ക അർത്ഥ്, ഒരു വ്യക്തിയെ അറിയാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, ഇതൊക്കെ അറിയാം എന്നതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇത്രയും വർഷങ്ങളായിട്ടും അല്ലെങ്കിൽ എത്രയോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു വ്യക്തിയെ അറിയുക എന്നതിൽ കൂടി നമ്മൾ അർത്ഥമാക്കുന്നത്. കവിക്ക് അനുസാർ അസലി ജാനാ നഹി ഹെ. എന്നാൽ ഇവിടെ കവി എന്താണ് പറയുന്നത്? ഈ ഒരു അറിവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് അല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കവിതയിൽ പലപ്പോഴും, അതായത് ഈ കവിതയുടെ ആദ്യം തുടങ്ങി അവസാനം വരെ ജാന്ന അല്ലെങ്കിൽ നഹീം ജാന്ന എന്നുള്ള പദമാണ് കൂടുതലായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അഗർ ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സങ്കട്ട് സെ നഹീം ജാനത്തെ തോ ഹം കുച്ച് നഹീം ജാനത്തെ. എന്താണ്? ഒരു വ്യക്തിയുടെ സങ്കടങ്ങളോ ദുഃഖങ്ങളോ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. യഹി ഹേ മനുഷ്യക്കോ മനുഷ്യക്ക് സമാൻ പഹിച്ചാന. അതാണ് ഒരു വ്യക്തിയെ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. सड़क पर घायल पड़ा व्यक्ति हमारे लिए परिचित अपरिचित कैसे हो सकता है. ഒരു റോഡരികിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തി, അത് ആ ഒരു വ്യക്തി നമുക്കെങ്ങനെയാണ് അപരിചിതനാകുന്നത്? വാസ്തവമേ ഹം ഉസേ ജാനത്തെ ഹൈ പരന്തു ഹം ഉസേ ന ജാനനെ കാ ബഹാന കർത്തെ ഹൈ. വാസ്തവത്തിൽ നമുക്ക് ആ വ്യക്തിയെ അറിയാം, പക്ഷേ നമ്മൾ ആ വ്യക്തിയെ അറിയില്ല എന്ന മട്ടിൽ ആ വ്യക്തിയെ കടന്ന് നമ്മൾ പോകുന്നു. हताश व्यक्ति के सामने हाथ बैठाने पर दोनों एक दूसरे को जानने लगते हैं. എന്നാൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിരാശനായിരിക്കുന്ന അല്ലെങ്കിൽ മുറിവേറ്റ് വിഷമിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ അരികിലേക്ക് നമ്മളൊരു സഹായമായിട്ട് നമ്മളുടെ ഒരു കൈ നീളുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറായി ആ വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ ആ 2 വ്യക്തികൾ പരസ്പരം അറിയുകയാണ് ചെയ്യുന്നത്.
അതിനെയാണ് കവി ഇവിടെ ജാന്ന എന്ന് വ്യക്തമാക്കുന്നത്. മുസീബത്ത് മേ പടേ ലോഗോं की സഹായത കർണ ഹർ മനുഷ്യ കാ കർത്തവ്യ ഹെ. എന്താണ് ഇവിടെ കവി പറയുന്നത്? മുസീബത്ത് മേ പടേ ലോഗോं की സഹായത കർണ, അല്ലേ? സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയിൽ പെട്ടിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ജനങ്ങളെ, ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ കർത്തവ്യം. അതാണ് ഒരു മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ഹമാരെ ചാരോമോർ കെ ഹതാശ്, നിരാശ് और असहाय लोगों को पहले हम जाने और उनकी मदद करें. എന്താണ് ഇവിടെ കവി പറയുന്നത്? ഹമാരെ ചാരോം ഓർ കെ ഹതാശ്, നിരാശ് और असहाय लोगों को पहले हम जाने और उसकी मदद करें. ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചുറ്റും കാണുന്ന നിരാശരായിട്ടുള്ള, നിസ്സഹായരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെയെല്ലാം നമ്മൾ എന്താണ്, നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. മനുഷ്യത കി കോയി ഭാഷ നഹി ഹേ. എന്താണ്? മനുഷ്യത്വത്തിന് യാതൊരു തരത്തിലുള്ള ഭാഷയുടെയും ആവശ്യമില്ല. അവിടെ എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടത്? അതാണ് ഒരു വ്യക്തി അറിയുക എന്നിവിടെ കവി അർത്ഥമാക്കുന്നത്. ഇതാണ് കവിതയുടെ അല്ലെങ്കിൽ ആ ഒരു കവിതാ പാഠഭാഗത്തെ ടിപ്പണി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ലെസണിൽ ചോദിക്കാവുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് പിരമിഡ് കി പൂർത്തി കരി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് ഈ ലെസൺ മാത്രമല്ല, ഏത് പാഠഭാഗത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാം. അതായത് ഈ പിരമിഡ് കി പൂർത്തി കരി എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പദങ്ങൾ മിക്കവാറും തന്നെ വിശേഷണ ശബ്ദങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്കതിനെ വളരെ എന്താ പറയുക, ഒട്ടും തന്നെ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്നുകിൽ ആ വരുന്ന പദങ്ങൾ സംജ്ഞയെയോ അല്ലെങ്കിൽ ക്രിയയോ വിശേഷിപ്പിക്കുന്ന പദങ്ങളായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. ധീരെ ധീരെ അപരിച്. ഇവിടെ 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി സെൻറ്റൻസ് എന്താണ് തന്നിരിക്കുന്നത്? 2 സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. വ്യക്തി ചൽത്താ ഹേ. അടുത്ത സെൻറ്റൻസ് വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹേ. അതായത് ഇനി എങ്ങനെയാണിത് മൂന്നാമത്തെ സെൻറ്റൻസ്, അതായത് ആൻസറായിട്ട് വരുന്ന 2 സെൻറ്റൻസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വ്യക്തി ചൽത്താ ഹേ, വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹേ. ഇവിടെ ധീരെ ധീരെ എന്നുള്ള പദവും അപരിച് എന്നുള്ള വാക്കും നമ്മളിവിടെ ചേർക്കണം. വ്യക്തി കവി കെ സാത്ത് ധീരെ ധീരെ ചൽത്താ ഹേ. ഇവിടെ ചലന എന്നുള്ള വെർബ് അല്ലെങ്കിൽ ചലന എന്നുള്ള ക്രിയയ്ക്ക് ആ ക്രിയാവിശേഷൺ ശബ്ദമാണ് ഇവിടെ ധീരെ ധീരെ. അപ്പോൾ അത് ക്രിയയ്ക്ക് മുൻപായിട്ട് നമ്മളിവിടെ ചേർക്കണം. മനസ്സിലായി എന്ന് കരുതുന്നു. വ്യക്തി കവി കെ സാത്ത് ധീരെ ധീരെ ചൽത്താ ഹേ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. അപരിചിത് വ്യക്തി കവി കെ സാത്ത് ധീരെ ധീരെ ചൽത്താ ഹേ. അല്ലേ, അപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് കവിയോടൊപ്പം സാവധാനത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തിക്കാണ് അപരിചിതം എന്നുള്ള സംജ്ഞാ ശബ്ദിന് വിശേഷണമാണ് ഇവിടെ അപരിചിതം എന്നുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് കരുതുന്നു കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ മാർക്ക് പോവാതെ അത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർവനാം ശബ്ദ് ഏതാണ്, അതായത് ഏത് വാക്കിൻ്റെ സംയുക്ത രൂപമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഇതും ഏത് പാഠഭാഗത്തിൽ നിന്നും വരാം. അതായത് നമ്മൾക്കറിയാം സർവനാം ശബ്ദങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻസ് ചേർത്ത് വരുമ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഉദാഹരണമായിട്ട് തരാം. ഇപ്പോൾ മേരെ എന്നുള്ള എന്താ പറയുക സർവനാം ശബ്ദ്, അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് അല്ലെങ്കിൽ ഏത് കാരക് ശബ്ദമാണ് അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്? മേം പ്ലസ് ക ആണോ, മേം പ്ലസ് കെ ആണോ, മേം പ്ലസ് കി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാൻ പറ്റും? മേരെ എന്നുള്ളത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ മേം പ്ലസ് കെ ആണ് ആൻസറായിട്ട്
വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി വളരെ ഭംഗിയായി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തന്നെയുമല്ല, ഈ ലെസണിൽ ഈ പാഠഭാഗത്തെ ബേസ് ചെയ്ത് വരുന്ന ഏകദേശം ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ലെസണിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഇത്രയും കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ധന്യവാദ്.